ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റത്തിൻ്റെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളുടെയും കർമ്മസാബല്യത്തിൻ്റെ കാലഘട്ടത്തിലേക്കാണ് മകയിരം നക്ഷത്രക്കാർ ഈ വിഷു മുതൽ കടക്കാൻ പോകുന്നത്. ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന പല ആഗ്രഹങ്ങളും പൂവണിയാൻ പോകുന്ന അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ഒരു വർഷമാണിത്. സ്വന്തമായൊരു വീട്, മികച്ച ഒരു ജോലി, ബിസിനസ്സിൽ വലിയൊരു കുതിച്ചുചാട്ടം എന്നിവയെല്ലാം ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നു. വർഷങ്ങളായുള്ള ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പൂർണ്ണമായ അറുതി വരുത്തിക്കൊണ്ട് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് 100 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു വിസ്മയകരമായ വർഷത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ജ്യോതിർമണ്ഡലം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചില സാങ്കേതിക കാരണങ്ങളാൽ വിഷുഫലം വീഡിയോ ഇടാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് നാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ പോകുന്നത് മകയിരം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ സമ്പൂർണ്ണ ഗോചരഫലമാണ്. മുൻകൂട്ടി കാര്യങ്ങൾ അറിയാനും ഭാഗ്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും ഈ ജ്യോതിഷ ചിന്ത നിങ്ങളെ സഹായിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മകയിരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവം രാശിയിലും അവസാനത്തെ 2 പാദങ്ങൾ മിഥുനം രാശിയിലുമാണ് വരുന്നത്. അതുകൊണ്ടുതന്നെ ഈ 2 വിഭാഗക്കാർക്കും ഗ്രഹനിലയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കൃത്യമായ ഫലങ്ങൾ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനവും മാറ്റങ്ങളും. ശനിയുടെ സഞ്ചാരം. ഈയൊരു വർഷക്കാലം മുഴുവൻ, അതായത് 2027 പകുതി വരെ കർമ്മകാരകനായ ശനി മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ മകയിരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയായ ഇടവക്കൂറുകാർക്ക് ഇത് 11ാം ഭാവത്തിലെ ശനിയുടെ അഥവാ ലാഭശനിയുടെ കാലമാണ്. ജ്യോതിഷത്തിൽ 11ാം ഭാവത്തിലെ ശനി അനുകൂലമായി നിന്നാൽ തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കും. വലിയ സാമ്പത്തിക നേട്ടങ്ങൾ, പുതിയ ബിസിനസ്സുകൾ എന്നിവയ്ക്ക് ഇത് അനുകൂലമാണ്. എന്നാൽ മകയിരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയായ മിഥുനം കൂറുകാർക്ക് ശനി 10ാം ഭാവത്തിലാണ്. ഇതിനെ കർമ്മശനി എന്നാണ് വിളിക്കുന്നത്. കർമ്മരംഗത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമെങ്കിലും കഠിനാധ്വാനത്തിലൂടെ ജോലിയിൽ വലിയ പ്രമോഷനും അധികാരസ്ഥാനങ്ങളും ലഭിക്കാൻ ഈ കർമ്മശനി കാരണമാകും. വ്യാഴത്തിന്റെ മാറ്റങ്ങൾ. ഈശ്വരാനുഗ്രഹത്തിന്റെ കാരകനായ വ്യാഴം ഈ വർഷം വലിയ മാറ്റങ്ങളാണുണ്ടാക്കുന്നത്. ഇടവക്കൂറുകാർക്ക് ഈ വർഷം തുടക്കത്തിൽ വ്യാഴം 2ാം ഭാവത്തിലാണ്. എന്നാൽ 2026 ജൂൺ 2-ന് വ്യാഴം നിങ്ങളുടെ 3ാം ഭാവമായ കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നു. ഇത് നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. തുടർന്ന് 2026 ഒക്ടോബർ 31-ന് വ്യാഴം നിങ്ങളുടെ 4ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറും. അതോടെ പുതിയ വീട് വയ്ക്കാനും വാഹനം വാങ്ങാനും ഇടവക്കൂറുകാർക്ക് സാധിക്കും. മറുവശത്ത് മിഥുനം കൂറുകാർക്ക് വർഷത്തുടക്കത്തിൽ വ്യാഴം ജന്മരാശിയിലാണ്, അഥവാ ജന്മവ്യാഴത്തിൽ. ജൂൺ 2-ന് വ്യാഴം നിങ്ങളുടെ 2ാം ഭാവമായ കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകും. അവിചാരിത ധനലാഭം, കുടുംബത്തിൽ വലിയ സന്തോഷം എന്നിവ ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകും. ഒക്ടോബറിന് ശേഷം വ്യാഴം 3ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. രാഹു-കേതു മാറ്റങ്ങൾ. 2026 ഡിസംബർ വരെ ഇടവക്കൂറുകാർക്ക് രാഹു 10ാം ഭാവമായ കുംഭത്തിലും കേതു 4ാം ഭാവത്തിലുമാണ്. തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികളുണ്ടാകുമെങ്കിലും അവയെല്ലാം മറികടക്കാൻ സാധിക്കും. ഡിസംബറിൽ രാഹു 9ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഭാഗ്യം നിങ്ങൾക്കനുകൂലമാകും. മിഥുനക്കൂറുകാർക്കാകട്ടെ ഡിസംബർ വരെ രാഹു 9ാം ഭാവത്തിലും കേതു 3-ലുമാണ്. ഇത് വിദേശയാത്രകൾക്കും അവിചാരിത ഭാഗ്യങ്ങൾക്കും കാരണമാകും. ഡിസംബറിൽ രാഹു 8ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ടിവരും. തൊഴിൽ, സാമ്പത്തികം. മകയിരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയൊരു കുതിപ്പ് നൽകുന്ന വർഷമാണിത്. ഇടവക്കൂറുകാർക്ക് ലാഭശനി നൽകുന്ന വലിയ വരുമാന സ്രോതസ്സുകൾ ബിസിനസ് രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. IT, സർക്കാർ, കോർപ്പറേറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ പ്രമോഷൻ ലഭിക്കും. മിഥുനക്കൂറുകാർക്ക് 10ാം ഭാവത്തിലെ ശനി ജോലിയിൽ സ്ഥിരത നൽകും. തുടക്കത്തിൽ ചെറിയ അലച്ചിലുകൾ തോന്നാമെങ്കിലും ജൂൺ മാസത്തിലെ വ്യാഴമാറ്റത്തോടെ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിസ നടപടികൾ വേഗത്തിൽ പൂർത്തിയാകും. കുടുംബം, പ്രണയം, വിവാഹം.
മകയിരം നക്ഷത്രത്തിന്റെ നാഥൻ ഊർജ്ജസ്വലനായ ചൊവ്വയാണ്. നിങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിലും പ്രണയത്തിലും വലിയ വ്യക്തത ഈ വർഷം വരും. വിവാഹം വൈകുന്ന മകയിരം നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് ജൂൺ 2 ശേഷമുള്ള ഉച്ചവ്യാഴത്തിന്റെ കാലം വളരെ അനുകൂലമാണ്. പ്രണയിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി വിവാഹത്തിലേക്ക് കാര്യങ്ങളെത്തും. കുടുംബത്തിൽ ഏറെക്കാലമായി നിലനിന്നിരുന്ന സ്വത്ത് തർക്കങ്ങളോ മറ്റു പ്രശ്നങ്ങളോ പരിഹരിക്കപ്പെടുകയും സമാധാനം തിരികെ ലഭിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും. ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത റാങ്ക് നേടാനും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രബന്ധങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും. ആരോഗ്യം. പൊതുവെ മികച്ച ആരോഗ്യനിലയായിരിക്കും. എങ്കിലും ചൊവ്വയുടെ നക്ഷത്രമായതുകൊണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കണം. ഇടവക്കൂറുകാർക്ക് ഒക്ടോബറിന് ശേഷം വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് ചെറിയ ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണത്തിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ്. ഇനി ഓരോ മാസവും സൂര്യന്റെയും മറ്റു ഗ്രഹങ്ങളുടെയും സഞ്ചാരം ഇടവക്കൂറിലും മിഥുനക്കൂറിലും ജനിച്ച മകയിരം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് വളരെ വിശദമായി പരിശോധിക്കാം. മേടം ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെ. വിഷുവിനോടനുബന്ധിച്ചുള്ള ഈ തുടക്കത്തിൽ സൂര്യൻ ഉച്ചസ്ഥിതിയിൽ മേടം രാശിയിലാണ്. ഇടവക്കൂറുകാർക്ക് സൂര്യൻ 12-ാം ഭാവത്തിൽ, അതായത് വ്യയസ്ഥാനത്തായതിനാൽ അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ കൂടുതലായി വേണ്ടിവരും. എന്നാൽ മിഥുനക്കൂറുകാർക്ക് സൂര്യൻ 11-ാം ഭാവമായ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിത ധനലാഭം, ജോലിയിൽ പ്രമോഷൻ, ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. ഇടവം മെയ് 15 മുതൽ ജൂൺ 14 വരെ. സൂര്യൻ ഇടവം രാശിയിലേക്ക് മാറുന്നു. ഇടവക്കൂറുകാർക്ക് ഇത് ജന്മസൂര്യന്റെ കാലമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസവും ഊർജവും വർദ്ധിക്കുമെങ്കിലും അനാവശ്യമായ ദേഷ്യവും അഹങ്കാരവും ഈ മാസം കർശനമായി ഒഴിവാക്കണം. മിഥുനക്കൂറുകാർക്ക് സൂര്യൻ 12-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, വലിയ സാമ്പത്തിക ചിലവുകൾക്ക് സാധ്യതയുണ്ട്. കർക്കിടകം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ. സൂര്യൻ കർക്കിടക രാശിയിലേക്ക് മാറുന്നു. ഇടവക്കൂറുകാർക്ക് 3-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും ഒരുമിക്കുന്നു. നിങ്ങളുടെ ധൈര്യവും കാര്യശേഷിയും വർദ്ധിക്കും. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയും. മിഥുനക്കൂറുകാർക്ക് 2-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും ചേരുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. സ്വർണമോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ വാങ്ങാൻ സാധിക്കും. ചിങ്ങം ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ. സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങത്തിൽ ബലവാനായി നിൽക്കുന്നു. ഇടവക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലാണ് സൂര്യൻ. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം കൊയ്യാൻ ഈ മാസം സാധിക്കും. പുതിയ വാഹനം വാങ്ങാൻ അനുകൂലമാണ്. മിഥുനക്കൂറുകാർക്ക് 3-ാം ഭാവത്തിലെ സൂര്യൻ അസാമാന്യമായ ധൈര്യം നൽകും. ഏതു വലിയ പ്രതിസന്ധിയെയും നിങ്ങൾ വളരെ എളുപ്പത്തിൽ തരണം ചെയ്യും. കന്നി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെ. ഇടവക്കൂറുകാർക്ക് 5-ാം ഭാവത്തിലെ സൂര്യൻ ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ വലിയ ധനലാഭം നൽകും. കുട്ടികളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ വകയുണ്ടാകും. ഷെയർ മാർക്കറ്റ് പോലുള്ള മേഖലകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. മിഥുനക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലെ സൂര്യൻ അമ്മയുടെ ആരോഗ്യത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടാക്കാം. പ്രോപ്പർട്ടി തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുക. തുലാം ഒക്ടോബർ 18 മുതൽ നവംബർ 16 വരെ. സൂര്യൻ നീചസ്ഥിതിയിൽ തുലാം രാശിയിൽ നിൽക്കുന്നു. ഇടവക്കൂറുകാർക്ക് 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതിനാൽ കടബാധ്യതകൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാൻ സാധിക്കും. ശത്രുശല്യവും രോഗദുരിതങ്ങളും പൂർണ്ണമായും മാറും. മിഥുനക്കൂറുകാർക്ക് 5-ാം ഭാവത്തിലെ സൂര്യൻ ചില മാനസിക വിഷമങ്ങൾ നൽകാം. ഉദരസംബന്ധമായ അസുഖങ്ങൾക്കെതിരെ ജാഗ്രത വേണം. വൃശ്ചികം നവംബർ 17 മുതൽ ഡിസംബർ 15 വരെ. ഇടവക്കൂറുകാർക്ക് 7-ാം ഭാവത്തിലെ സൂര്യൻ ബിസിനസ് പങ്കാളികളുമായോ ജീവിത പങ്കാളിയുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക. മിഥുനക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലെ സൂര്യൻ
വലിയ ആശ്വാസം നൽകും. കോർട്ട് കേസുകളിലോ മറ്റു തർക്കങ്ങളിലോ നിങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ കഴിയും. ധനു, ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെ. ഇടവക്കൂറുകാർക്ക് ഈ മാസം 8ാം ഭാവമായ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നതിനാൽ രാത്രിയാത്രകൾ കർശനമായി ഒഴിവാക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കടുത്ത ജാഗ്രത വേണം. മിഥുനക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതിനാൽ പങ്കാളിയുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ ഈ മാസം അനുകൂലമല്ല. മകരം, ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെ. ഇടവക്കൂറുകാർക്ക് മുൻമാസത്തെ ബുദ്ധിമുട്ടുകൾ മാറി ഭാഗ്യം അനുകൂലമാകുന്ന മാസമാണിത്. 9ാം ഭാവത്തിലെ സൂര്യൻ പിതാവിൽ നിന്നും അനുകൂലമായ സഹായങ്ങൾ ലഭ്യമാക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. മിഥുനക്കൂറുകാർക്ക് അഷ്ടമത്തിൽ സൂര്യൻ വരുന്ന മാസമാണിത്. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പുലർത്തുക. ജാമ്യം നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുംഭം, ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെ. ഇടവക്കൂറുകാർക്ക് 10ാം ഭാവത്തിൽ സൂര്യൻ കർമ്മരംഗത്ത് പ്രതാപം വർദ്ധിപ്പിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. പ്രമോഷൻ ഉറപ്പായും പ്രതീക്ഷിക്കാം. മിഥുനക്കൂറുകാർക്ക് 9ാം ഭാവത്തിലെ സൂര്യൻ ഭാഗ്യം നൽകും. തടസ്സപ്പെട്ടുകിടന്നിരുന്ന വിദേശയാത്രകൾക്ക് ഈ മാസം അംഗീകാരം ലഭിക്കും. ഉപരിപഠനത്തിന് മികച്ച അവസരങ്ങൾ തുറന്നുകിട്ടും. മീനം, മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെ. ഈ വിഷുവർഷത്തിൻ്റെ അവസാന മാസം നിങ്ങൾക്ക് ഏറ്റവും തിളക്കമുള്ളതാണ്. ഇടവക്കൂറുകാർക്ക് 11ാം ഭാവത്തിൽ സൂര്യനും ശനിയും ചേരുന്ന ഈ മാസം സർവകാര്യവിജയം നൽകും. ഏറെക്കാലമായി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും. മിഥുനക്കൂറുകാർക്ക് 10ാം ഭാവത്തിൽ സൂര്യനും ശനിയും ഒന്നിക്കുന്നത് സ്വന്തം പ്രയത്നത്തിലൂടെ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിങ്ങളെ സഹായിക്കും. പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പരിഹാരങ്ങളും ഉപസംഹാരവും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇതൊരു പൊതുവായ ഗോചരഫലമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ അനുകൂല ഗ്രഹങ്ങളുടെ ദശയാണ് നടക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഗുണങ്ങൾ ഇരട്ടിയാകും. ഈ സുവർണ കാലഘട്ടത്തിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാൻ മകയിരം നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില പ്രധാന വഴിപാടുകൾ ഇവയാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ നാഥൻ ചൊവ്വയാണ്. അതിനാൽ ചൊവ്വാഴ്ചകളിൽ ഉപവാസമെടുക്കുന്നതും സുബ്രഹ്മണ്യസ്വാമിയെയോ ഭദ്രകാളിയെയോ ഭജിക്കുന്നതും അത്യുത്തമമാണ്. മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃതാഭിഷേകമോ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയോ കടും പായസമോ വഴിപാട് നടത്തുന്നത് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. നൃസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും ശത്രുദോഷങ്ങൾ അകറ്റാൻ വളരെ നല്ലതാണ്. ചൊവ്വാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് ചുവന്ന നിറമുള്ള വസ്ത്രങ്ങളോ ആഹാരമോ ദാനം ചെയ്യുന്നത് ചൊവ്വാപ്രീതിക്ക് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഭാഗ്യനിറങ്ങൾ ചുവപ്പ്, ഇളം മഞ്ഞ എന്നിവയാണ്. പ്രധാന കാര്യങ്ങൾക്കായി തിരഞ്ഞെടുക്കാൻ അനുകൂല ദിവസങ്ങളായി കണക്കാക്കുന്നത് ചൊവ്വ, വ്യാഴം എന്നീ ദിവസങ്ങളാണ്. ഈ വിഷുവർഷം മകയിരം നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും വിജയവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ജ്യോതിർമണ്ഡലം എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.